അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, യമൻ തുടങ്ങി 12 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ്. മറ്റ് 7 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഭാഗികമായും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിദേശികളിൽ നിന്നും അമേരിക്കൻ പൗരന്മാരെ സംരക്ഷിക്കുന്നതിനാണ് നടപടി എന്നാണ് ട്രംപിന്റെ വിശദീകരണം. Among the national security threats their analysis considered are the large-scale presence of terrorists, failure to cooperate on visa security, inability to verify travelers' identities, inadequate record-keeping of criminal histories, and persistently high rates of illegal visa overstays, and other things. Very simply, we cannot have open migration from any country where we cannot safely and reliably vet and screen those who seek to enter the United States. That is why today I am signing a new executive order placing travel restrictions on countries including Yemen, Somalia, Haiti, Libya, and numerous others. The strength of the restrictions we're applying depends on the severity of the threat posed. The list is subject to revision based on whether material improvements are made, and likewise new countries can be added as threats emerge around the world. ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൻ, രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിദേശികളിൽ നിന്നും അമേരിക്കൻ പൗരന്മാരെ സംരക്ഷിക്കുക, അതിനാണ് നടപടിയെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. ഏതൊക്കെ രാജ്യങ്ങളിലെ പൗരന്മാരാണ് വിലക്ക് നേരിടുന്നത്? അദ്ദേഹം സൂചിപ്പിച്ച ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങൾ, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, കോങ്കോ റിപ്പബ്ലിക്, അതുപോലെ തന്നെ ഗിനിയ, എറിത്രിയ, ഹെയ്റ്റി തുടങ്ങിയ രാജ്യങ്ങളും ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമാണ് ഈ 12 രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ 12 രാജ്യങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യമനിലെ ഹൂതി വിമതരുടെ, ഹൂതി ഭീകരരുടെ നിലപാടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുഡാനിലെ ഈ അടുത്ത കാലത്തുണ്ടായ സൈന്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെയും മ്യാൻമാറിലെയും എല്ലാം തന്നെ ഓരോ വിഷയങ്ങൾ, കൃത്യമായ വിഷയങ്ങൾ നമുക്ക് വാർത്തകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഭീകരമായ സ്വഭാവമുള്ള ചില പശ്ചാത്തലങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിലെ പൗരന്മാർ അമേരിക്കയിലേക്ക് വരുന്നത് കൃത്യമായി നിയന്ത്രിക്കുന്നതിനാണ് നടപടി. അതായത് ഇത്തരത്തിലുള്ള വിസ സംവിധാനങ്ങൾ, ഏതാരാണോ വരുന്നത് അവരുടെ പശ്ചാത്തലം എന്ത് എന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം അമേരിക്കയുമായുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്കോ കൃത്യമായി നിരീക്ഷിക്കാൻ സാധ്യമാകാത്ത ബന്ധങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ കാര്യക്ഷമമായ ബന്ധങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്നാണ് ഈ ട്രാവൽ ബാൻ നടപ്പാക്കിയിരിക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളായ ഇത്തരത്തിലുള്ള ഭീകരരുടെ കടന്നുകയറ്റം തടയുന്നതിനും അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ളവരുടെ കടന്നുകയറ്റം തടയേണ്ടതുണ്ട്. അത്തരത്തിൽ തടയേണ്ടതിന് അനിവാര്യമായ ചില മാനദണ്ഡങ്ങൾ, വിസ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ മറ്റ് സ്ക്രീനിംഗ് സംവിധാനങ്ങളൊന്നും പ്രായോഗികമായി അമേരിക്കയുമായി നടപ്പാക്കാൻ സാധിക്കാത്ത രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് ഈ ട്രാവൽ ബാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല അടുത്ത 7 രാജ്യങ്ങൾക്ക്, ക്യൂബ ഉൾപ്പെടെയുള്ള 7 രാജ്യങ്ങൾക്ക് നേരത്തെ നിലവിലുള്ളതുപോലെ തന്നെ ഭാഗികമായ ഒരു യാത്രാ നിരോധനവും നിലനിൽക്കുന്നുണ്ട്. കാര്യങ്ങൾ കാര്യക്ഷമമായി പുരോഗമിക്കുകയാണെങ്കിൽ യാത്രാ നിരോധനം പിൻവലിക്കാനും യാത്രാ അനുമതി പുനഃസ്ഥാപിക്കാനും സാധിക്കുമെന്ന സൂചനയും അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ജനങ്ങളുടെ സുരക്ഷയാണ് പരമപ്രധാനമെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല മറ്റൊരു സുപ്രധാന വിഷയം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് ജൂൺ 9, അതായത് വരുന്ന തിങ്കളാഴ്ച മുതൽ ഈ നിയമം നടപ്പിലാകുമെന്നും ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്.